സുഹൃത്തുക്കളെ, ഇത് ആദിത്യനെന്നും അബ്ദുൾ അസീസ് എന്നും പേരുള്ള രണ്ട് ഉറ്റ സുഹൃത്തുക്കളുടെ ജീവിതത്തിൽ ഇന്ന് വരെ സംഭവിച്ചതും ഇനി സംഭവിക്കാൻ പോകുന്നതുമായ രസകരവും ആകാംക്ഷാപരവുമായ സന്ദർഭങ്ങളിലൂടെയുള്ള ഒരു യാത്രയാണ്. നമുക്ക് സൗകര്യത്തിനായി ആദിത്യനെ ആദി എന്നും അബ്ദുൾ അസീസിനെ അസി എന്നും വിളിക്കാം. 2004 തൻ്റെ ഒരു സുഹൃത്തിൻ്റെ കല്യാണത്തിനിടയിൽ വെച്ചാണ് സ്വയം ഞാൻ താങ്കളുടെ നാട്ടുകാരനാണെന്ന് പരിചയപ്പെടുത്തി മുബാറക്ക് എന്ന ഒരു ചെറുപ്പക്കാരൻ ആദ്യമായി കാണുന്നതും പരിചയപ്പെടുന്നതും. തുടർന്ന് മുബാറക്ക് പരിചയപ്പെടുത്തിയ 10ഓളം ചെറുപ്പക്കാരിൽ ഒരാളാണ് ഈ അസി. അസിയെ കൂടാതെ വേറൊരാൾ കൂടി ആ ഗണത്തിൽ നിന്ന് ആദിയുമായി ഇന്നും സൗഹൃദം പുലർത്തി വരുന്നു. ഇത് അസിയുടെയും ആദിയുടെയും കഥയായതുകൊണ്ട് തൽക്കാലം ആ സുഹൃത്തിൻ്റെ പേര് പറയുന്നില്ല. ആദി പ്രായത്തിൽ കവിഞ്ഞ അനുഭവജ്ഞാനമുള്ള ആളാണ്. അതുകൊണ്ടാണ് മുബാറക്ക് ആദിയെ കയറി പരിചയപ്പെട്ടതും മറ്റുള്ളവരെ പരിചയപ്പെടുത്തി കൊടുത്തതും. കാലം പിന്നെയും കുറേ കടന്ന് ഇന്നിപ്പോൾ ഞാൻ ഈ കഥ പറയുമ്പോൾ ആദിയും അസിയും ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ യാത്രയിലാണ്. ചൈനയിലൂടെയുള്ള ഈ യാത്രയിൽ അവർ ചർച്ച ചെയ്യുന്നത് പൗലോ കോയ്ലോയുടെ ആൽക്കമിസ്റ്റ് എന്ന പുസ്തകത്തെക്കുറിച്ചാണ്. ആ പുസ്തകം ആദ്യമൊരിക്കൽ അസിക്ക് സമ്മാനമായി കൊടുത്തതും അസിയെക്കൊണ്ട് നിർബന്ധിച്ച് വായിപ്പിച്ചതുമാണ്. ആ പുസ്തകത്തിൻ്റെ പ്രചോദനത്തിലാണ് ഈ യാത്ര അവർ ലക്ഷ്യം വയ്ക്കുന്നതാകട്ടെ ലോകാത്ഭുതങ്ങളിലൊന്നായ ചൈനയിലെ വൻമതിലിലും. തുടർന്നും കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലം നിർത്തട്ടെ.